ഈ ഒരു പ്രസിദ്ധമായ സിനിമാ ഡയലോഗുണ്ടല്ലോ, പവനായി ശവമായി. കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? മോദി സർക്കാരിൻ്റെ വരിഞ്ഞു മുറുക്കും സഖ്യകക്ഷികൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് ഒടുക്കില്ല, അമിത്ഷായെ ആക്കില്ല ആഭ്യന്തരമന്ത്രി എന്നൊക്കെ പറഞ്ഞ് അവസാനം സുരേഷ് ഗോപി രാജിവെക്കും, പിന്നെ രാജിവെക്കത്തില്ല, ഇങ്ങനെ കുറേ നറേറ്റീവ്സ് ഉണ്ടാക്കി. ഇപ്പോൾ അടുത്ത ഇനി ബാക്കിയുള്ളത് ഒരെണ്ണമാണ് സ്പീക്കർ. അതെന്ത് വന്നാലും തെലുങ്ക് ദേശം പാർട്ടി കൊടുക്കില്ല. തെലുങ്ക് ദേശം പാർട്ടി ചിലപ്പോൾ അതും വിട്ടുകൊടുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത്തവണ അവർ പറഞ്ഞിട്ടുണ്ട് നിരുപാധികമായ പിന്തുണയാണ്. ജനസേനയെ നോക്കും, അവർക്ക് ഒരു പവൻ കല്യാൺ പറഞ്ഞത് എനിക്ക് ചിരി വന്നു. എന്നെ പ്രധാനമന്ത്രിയാക്കാന്ന് പറഞ്ഞാലും ഞാൻ BJP വിട്ടില്ല. അതെ, ഈ പവൻ കല്യാണിൻ്റെ ഈ കഥ മാധ്യമങ്ങളിലൊന്നും, ഇവിടുത്തെ മാധ്യമങ്ങളിൽ ഞാൻ കണ്ടില്ല. അദ്ദേഹം ജീവിതത്തിലെടുത്തൊരു പ്രതിജ്ഞ വീട്ടുകയാണ് ചെയ്തത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചിരഞ്ജീവി സഹോദരൻ, അദ്ദേഹം ഈ ജഗൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ജഗൻ ഈ ചിരഞ്ജീവിയോടുള്ള എതിർപ്പ് കൊണ്ടോ എന്തോ ഒരുപാട് സിനിമാക്കാർക്കെതിരെ നടപടികൾ എടുക്കാൻ തുടങ്ങി. കേരളത്തിലൊക്കെ ഈ ഊരുവിലക്കൊക്കെ സിനിമാക്കാർ തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ സിനിമാക്കാർക്കെതിരെ ഒരുപാട് പണിതു, നല്ല പണി കൊടുത്തു ജഗൻ അല്ലേ. തിയേറ്ററുകളൊക്കെ അടച്ചിടുക, തിയേറ്റർക്ക് ടാക്സുകൾ കൂട്ടുക, കുറെ കാലം തിയേറ്ററുകൾ അടഞ്ഞ് തന്നെ കിടന്നു. അപ്പോൾ ചിരഞ്ജീവി സൂപ്പർ സ്റ്റാർ എന്നൊക്കെയുള്ള നിലയ്ക്ക് ചിരഞ്ജീവിയോട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമെന്ന് സിനിമാ ലോകം പറഞ്ഞു. അമരാവതിയിൽ ജഗൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ചർച്ച നടത്തുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ ജഗൻ്റെ ആളുകൾ തന്നെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ജഗൻ്റെ മുമ്പിൽ വന്നിട്ട് ഇയാൾ സാഷ്ടാംഗ നമസ്കരിക്കുന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്, കീഴടങ്ങുന്നു. മുമ്പ് പ്രജാരാജ്യം ഉണ്ടാക്കിയ ആളൊക്കെയാണല്ലോ. അപ്പം അങ്ങനെ വരുത്തിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപമാനിച്ചാണ് അയച്ചത്. ഒന്നും ചിരഞ്ജീവി പറഞ്ഞ യാതൊന്നും കേട്ടില്ല ജഗൻ. അന്ന് പ്രതിജ്ഞ ചെയ്തതാണ് പവൻ കല്യാൺ, ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട്, ഞാൻ ചേട്ടന് വേണ്ടി പ്രതികാരം ചെയ്യുന്നു പറഞ്ഞിട്ട് സിനിമയിലൊക്കെ കാണുന്നത് പോലെ. അങ്ങനെ ഈ സംഗതി ഇങ്ങനെ തുടങ്ങി അങ്ങനെ വിജയിച്ച് പവൻ കല്യാൺ വീട്ടിലേക്ക് വരുന്ന ഒരു വരവുണ്ടായിരുന്നു. വീഡിയോ കണ്ടോ? അതെ, വരുന്നു, എല്ലാവരും വണങ്ങുന്നു. ചേട്ടനെ കാണുമ്പോൾ നിലത്ത് മുട്ടുകുത്തി ആ പാദത്തിൽ ശിരസർപ്പിച്ച് സാഷ്ടാംഗ നമസ്കാരം. അത് കഴിഞ്ഞ് അമ്മയോ ചേട്ടത്തിയോ അവരോടൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. അവരെല്ലാം ആരതി ഒഴിഞ്ഞാണ് സ്ത്രീകൾ സ്വീകരിച്ചത്. അതെ, അങ്ങനെ ചേട്ടാ ഞാനിത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാൽക്കൽ അർപ്പിച്ച് വീഴുന്ന വീഴ്ചയായിരുന്നു അത്. അതെ, ഈ കഥ ഞാൻ വേറെ സ്ഥലങ്ങളിലൊക്കെ വായിച്ചു, ഇവിടുത്തെ ഇതിലൊന്നും കണ്ടില്ല. എന്തൊരു കഥയാണത്! ശരിക്കും ഒരു സിനിമയാക്കാൻ പറ്റുന്ന അത്രയും മാംസളമായൊരു കഥയാണത്, നല്ല മീറ്റുള്ളൊരു കഥ. എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ച ഒരു ക്യാബിനറ്റോ എന്തെങ്കിലുമൊക്കെ മന്ത്രിസ്ഥാനം കിട്ടില്ലേ? അങ്ങേർക്ക് തന്നെ മന്ത്രിയാകാമായിരുന്നില്ലേ? ഇല്ലേ? ഇവിടെയും ഒരു നടന്റെ കാര്യം പറഞ്ഞാണല്ലോ, മാപ്പിള കള്ളം പറഞ്ഞാണല്ലോ. അവിടെയും ഒരു സിനിമാ നടനുണ്ട്, വേണ്ടാന്ന് വെക്കുന്നു, ത്യാഗമാണ് അല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ കക്ഷികളാണ് ഉള്ളത്. ജനസേന പുതിയതായിട്ട് അവിടെ വന്നിരിക്കുന്നതാണല്ലോ. വേണമെങ്കിൽ ചന്ദ്രബാബു നായിഡുവിനെയും ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ വിധത്തിൽ തന്നെ വേറെ ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ സ്പീക്കറുടെ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ ബാലയോഗി സ്പീക്കറായിരുന്നു തെലുങ്ക് ദേശം പാർട്ടിയുടെ. ബാലയോഗി സ്പീക്കർ ആകുന്നതിന് മുമ്പ് അവിടെ മന്ത്രിയൊക്കെ ആയിരുന്നു, MLAയും മന്ത്രിയൊക്കെ ആയിരുന്ന ഒരാളാണ് അങ്ങേര്. 2000 ബാലയോഗി അത് കഴിഞ്ഞ് ഈ TDP ഉപാധികളൊക്കെ വെച്ചിരുന്ന കാലത്താണ് സ്പീക്കറാകുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഹെലികോപ്റ്റർ ക്രാഷിലാണ് മരിച്ചു പോകുന്നത്. 2 തവണ സ്പീക്കറായി, ഒരു കൊല്ലത്തിൻ്റെ ഇടവേളയിൽ 2 മന്ത്രിസഭ വന്നിട്ട് 2 തവണ TDPയുടെ സ്പീക്കറൊക്കെ ആയിരുന്നു. അതെന്താന്ന് വെച്ചാൽ അസ്ഥിരമായ ഭരണങ്ങളുടെ കാലഘട്ടമാണത്. അപ്പോൾ ഓരോ അവരുടെ അധികാരം ഊട്ടി ഉറപ്പിക്കേണ്ട കാര്യമൊക്കെ ഓരോ പാർട്ടിക്കും ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ അതുകൊണ്ട് അവർക്ക് TDPക്ക് വേണ്ട കാര്യങ്ങളുണ്ടല്ലോ. തലസ്ഥാനം പണിയുക എന്നുള്ള കാര്യമുണ്ട്, പ്രത്യേക പദവിയുടെ കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നായിഡുവിൻ്റെ മകൻ്റെ, റാംമോഹൻ നായിഡു എന്നാണ് പേരെന്ന് തോന്നുന്നു,
അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചിരുന്നു ഡൽഹിയിലെ ഒരു പത്രത്തിൽ. അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പിന്തുണ നിരുപാധികമാണെന്ന്. അപ്പോൾ ഈ മറ്റേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ഈ ഏക സിവിൽ കോഡ് പോലത്തെ ഒക്കെ, അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് അത് ഞങ്ങൾ തള്ളിക്കളയുന്നൊന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ അകത്ത്. ഇതൊക്കെ സമവായത്തിൽ കൂടി നടപ്പാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും നടപ്പാക്കേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് ഈ മകൻ്റെ അഭിമുഖത്തിൽ കാണുന്നത്. ആ അഭിമുഖം വായിച്ചപ്പോഴും എനിക്ക് തോന്നിയത് ഈ സമവായം അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയാണ് തെലുങ്ക് ദേശം നിൽക്കുന്നത്. 20 കൊല്ലത്തിന് ശേഷം തിരിച്ചു വന്ന അധികാരത്തിൽ വരികയാണ്. 20 കൊല്ലം കഴിഞ്ഞു. കാരണം അവർക്ക് ഇനി ആന്ധ്രയിൽ പാർട്ടി കെട്ടിപ്പടുക്കണം. സംസ്ഥാനത്ത് തലസ്ഥാനം പോലും ഇല്ലാത്ത സ്റ്റേറ്റാണ് അമരാവതി. ചന്ദ്രബാബു നായിഡുവിൻ്റെ സ്വപ്നമായിരുന്നു അമരാവതി ക്യാപിറ്റൽ എന്നുള്ളത്. അത് നടപ്പാക്കണം. ആന്ധ്രയുടെ സ്പെഷ്യൽ കാര്യമല്ല, 55,000 കോടി വേണം. അതെ, സ്പെഷ്യൽ പാക്കേജ് വേണം. അത് സ്പെഷ്യൽ പാക്കേജ് ആകുമ്പോൾ ഒരു വർഷം 5,000 കോടി രൂപ കൂടുതൽ കിട്ടും. പല കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് പദ്ധതികൾ കൂടുതൽ കിട്ടും നടപ്പാക്കാനായിട്ട്. അത് വളരെ എളുപ്പമാണ്. ഈ പ്രത്യേക പദവി എന്ന് പറയുന്നത് ഈ നടപ്പാക്കാൻ വലിയ പ്രയാസമാണെന്ന് ഈ മാപ്രകൾ പറയുമ്പോൾ തോന്നും. ഒരു പ്രയാസമില്ല അതിന്. 14-ാം ധന കമ്മീഷൻ കൊടുത്തത് ഒരു ശുപാർശ മാത്രമാണ്. ശുപാർശ ഗവൺമെന്റ് അംഗീകരിക്കാതിരിക്കാം. അത് ടാക്സ് കൂടുതൽ കൊടുക്കണം എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ടാക്സിന്റെ കാര്യമൊന്നും വേണ്ട, പ്രത്യേക പദവി അങ്ങ് കൊടുത്താൽ മതി. ഒഡീഷയ്ക്കും അല്ല, ഈ മാധ്യമ പ്രവർത്തകർക്ക് BJP സർക്കാർ വളരെ വീക്കൻ ചെയ്തു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഓരോ നാരേറ്റീവ്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ BJP ഇപ്പം നമ്മൾ കണ്ടതാണ്, പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ BJPയുടെ കയ്യിലാണ്. അതുകൊണ്ട് ഈ സ്പീക്കർ സ്ഥാനം എന്ന് പറയുന്നത് ബാലയോഗിയും മോശമായിട്ടൊന്നുമല്ല. സ്പീക്കർ സ്ഥാനം നല്ല സ്പീക്കറായിരുന്നു. കാര്യങ്ങളൊക്കെ അല്ല, ഇവർ പറയുന്നതിൻ്റെ കാര്യം എന്നറിയോ, ഈ ഭാവിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവും മോദി സർക്കാരിന്. അപ്പോൾ സ്പീക്കർ വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകൾ കൂറുമാറാതെ ഇരിക്കാൻ, ആരെങ്കിലുമൊക്കെ BJP പക്ഷത്തു നിന്ന് വിട്ടുപോയാൽ അവരെ അയോഗ്യരാക്കാൻ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും BJPയുടെ കൂടെ വന്നാൽ അവരെ അയോഗ്യരാക്കി ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ഒരു കീ പോസ്റ്റ് എന്ന നിലയിൽ അത് ഹോൾഡ് ചെയ്യും എന്നാണ് ഇവർ പറയുന്നതിന് ചുരുക്കം. സുനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിശ്വാസ പ്രമേയം, അപ്പോൾ ഈ സർക്കാർ മറിഞ്ഞു വീഴും. അപ്പോൾ വേറെ സ്പീക്കർ വേണം. അതെങ്ങനെയാണത്? കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ TDPയോ നിതീഷിൻ്റെ പാർട്ടിക്കോ സ്പീക്കർ സ്ഥാനം കൊടുത്താൽ തന്നെ വേറെ പാർട്ടിയൊന്നുമില്ലല്ലോ ഈ അവിശ്വാസം മറ്റേ അട്ടിമറിക്കാനും പോകാനില്ല. അവർ കൂടെ നിൽക്കുകയാണെങ്കിൽ സ്പീക്കറും കൂടെ തന്നെയല്ലേ ഉള്ളത്. സ്പീക്കർക്ക് ആ സമയത്ത് ആകെ ചെയ്യാവുന്നത് ഈ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം. അത് AC ജോസ് ഇവിടെ ചെയ്ത പോലത്തെ സിറ്റുവേഷനൊന്നും ഈ മന്ത്രിസഭയിൽ വരാൻ പോകുന്നില്ല. സ്റ്റേബിൾ ഗവൺമെന്റ് ആണിത്. അങ്ങനെ ഇവർക്കറിയാം, മാധ്യമങ്ങൾക്ക് ഇതറിയാം. അവർക്ക് ഇനി വേണ്ടത് എങ്ങാനും, ഞാൻ കരുതുന്നത് TDPക്ക് കൊടുത്താൽ പോലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കരുതുന്നത് TDPയെ BJP അത്രമേൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടേ വരുള്ളൂ. പക്ഷെ അവരെഴുതും അവസാനം പിടിച്ചു വാങ്ങി, സ്പീക്കർ സ്ഥാനം പിടിച്ചു വാങ്ങി, ഇനി കടിഞ്ഞാൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ കയ്യിൽ. ഓരോ ആഗ്രഹം അങ്ങനെ എഴുതാം. അതേന്ന് അങ്ങനെ കരഞ്ഞ് തീർക്കട്ടെ. അപ്പൊ ഇവര് ഓർക്കേണ്ടതാണ് ഈ ബാലയോഗിയുടെ അനുഭവം. ബാലയോഗി എന്ത് കുഴപ്പമുണ്ടാക്കിയ ഒരു എൻ്റെ രാമചന്ദ്രൻ സാർ, ആരോർക്കാനാ? മിനിഞ്ഞാന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്താ കാണിച്ചത്? രണ്ടാമത് രാജ്നാഥ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു, എന്നിട്ട് അമിത്ഷാ മൂന്നാമനായി എന്ന് എഴുതി കാണിച്ചു. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തും അമിത്ഷാ മൂന്നാമനായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇവരുടെ ലൈബ്രറി ഫയലുണ്ട്. പിന്നെ ഈ സഹമന്ത്രിയുടെ കാര്യം, പനമ്പിള്ളിയും KR നാരായണനും മുതൽ O രാജഗോപാലിനേക്കാൾ സീനിയോറിറ്റി ശശി തരൂര്, എല്ലാവരും സഹമന്ത്രിമാരായിരുന്നു. അതെ, പുതിയ ആള് കന്നി അംഗം മറ്റേ സഹമന്ത്രി ആയിരിക്കുക എന്നുള്ളതാണ് കീഴ്വഴക്കം. അതേസമയം ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്ന ആളെ ആണെങ്കിൽ എടുക്കുമെങ്കിൽ കാബിനറ്റ് റാങ്ക് കൊടുക്കും. തെരഞ്ഞെടുപ്പ് മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പേ എനിക്ക് സിനിമകളുണ്ട്, എനിക്കത് ചെയ്യണം, എന്നെ ആക്കരുതെന്ന് അങ്ങോട്ട് പറഞ്ഞ ആളാണ്. അത് ഇവർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ പച്ചക്കള്ളം ഈ ആഭാസന്മാർ പറഞ്ഞത്. കാരണം അദ്ദേഹം പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെടുന്നതാണ് സുരേഷ് ഗോപി. കാരണം മമ്മൂട്ടിയുടെ മകളുടെയോ മറ്റോ കല്യാണം നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് ഇത്ര നന്നായിട്ട് നടത്താൻ ഞാൻ എവിടെ പോകും എൻ്റെ മകളുടെ കല്യാണം വരുമ്പോൾ എന്ന് ചോദിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അഡ്വാൻസ് മേടിച്ച് കാണും. 4 സിനിമ എന്ന് പറഞ്ഞാൽ 3 കൊല്ലമെങ്കിലും എടുക്കില്ലേ? അതെ അതെ. അപ്പോൾ സിനിമാക്കാർ നോക്കുമ്പോൾ ഇത് നല്ല അവസരമാണ്. അദ്ദേഹം ഇങ്ങനെ ജയിച്ചു നിൽക്കുമ്പോൾ നായകനൊക്കെ ആയിട്ട് വന്നാൽ ഹിറ്റാവും. അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി അഭിനയിക്കുന്ന സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അതെ, നായകനൊക്കെ ആയിട്ട് എന്ന് പറയുമ്പോൾ ഒരെണ്ണം മമ്മൂട്ടി കമ്പനിയുടെ അല്ലേ? അതെ അതെ. അപ്പോൾ
അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാവും അദ്ദേഹത്തിന്റെ മുകളിൽ. അത് ജോലിയാണല്ലോ. ഇപ്പുറത്തൊന്നും പ്രഷർ വരും, കാരണം പണിയെടുക്കുന്നുണ്ടോ എന്നുള്ളത് മോദി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇളവ് അവിടെ നിന്ന് കിട്ടണം. അത് സംഭവിച്ചു. അത് ഉടനെ വിവാദമാക്കുകയാണ്. അത് കിട്ടിയെന്ന് മാത്രമല്ല, സത്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരെണ്ണം മറ്റേ പെട്രോളിയം ആണ്. കൊല്ലം തീരത്ത് മറ്റേ ഉത്ഖനനം നമ്മളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്, എണ്ണ പരിവേഷണം നടക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതും അദ്ദേഹം ടൂറിസം അത് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്തു നല്ല വകുപ്പുകളാണ്. സമ്മർദ്ദത്തിൻ്റെ ഒന്നും പ്രശ്നം അതിൻ്റെ അകത്ത് വരുന്നില്ല. അദ്ദേഹത്തിന് ശുപാർശകൾ കൊടുത്ത് ക്യാബിനറ്റ് മന്ത്രിയെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങളല്ലേ അതിൻ്റെ അകത്തൊക്കെ വരുന്നുള്ളൂ. അത്രേ അതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ അവിശ്വാസ പ്രമേയത്തിൻ്റെ കാര്യം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഈ കോൺഗ്രസ്സിന് വല്ലപ്പോഴും ഒരു അവിശ്വാസ പ്രമേയമൊക്കെ, പിന്നെ കോൺഗ്രസ് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് സംഭവിക്കാനുള്ളൊരു കാര്യം, കോൺഗ്രസ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അത് കൊടുക്കാതിരിക്കാം. കൊടുക്കണ നിർബന്ധമൊന്നുമില്ല, ഒരു നിർബന്ധവും എൻ്റെ അകത്തില്ല. കാരണം കോൺഗ്രസ് കാരണം അവർക്ക് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയാൽ ആ പാർട്ടിക്ക് ഇത് അവകാശപ്പെടാം എന്നുണ്ട്. പക്ഷെ ഞാൻ നിയമം നോക്കിയപ്പോൾ നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇപ്പോഴേ പറയുന്നത് കൊടുക്കില്ല. അപ്പം അത് തലക്കെട്ടിടാം. വഴങ്ങിയില്ല. ഇത് കാര്യത്തിന് ഈ NDA മുന്നണിയെ അങ്ങേയറ്റം മുച്ചൂട് മുടിക്കാൻ എന്തിന് ഈ ഷെയർ മാർക്കറ്റിൽ ഒരു ദിവസത്തേക്കുണ്ടായ ഇടിവിനെ പോലും സ്കാമായിട്ട് ചിത്രീകരിച്ച ഈ പാർട്ടിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമോ? പോയി പണി നോക്കാൻ പറയും. സോറോസ് ഈ ഷെയറിൽ എത്രയോ കളിച്ചിട്ടാണ് ഈ പൈസ ഉണ്ടാക്കിയത്. ഇത്രയും പൈസയില്ലേ? എന്തായിരിക്കും അദ്ദേഹം ഈ രാഹുൽ ഗാന്ധിയെ പറ്റി വിചാരിച്ചിട്ടുണ്ടാവുക? ആ കുംഭകോണം പറഞ്ഞു. അതും സോറോസിൻ്റെ അജണ്ടയുടെ ഭാഗമായിരിക്കും. ഇന്ത്യൻ എക്കണോമിയെ, ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കുക എന്നുള്ളതും ഇവരുടെ പ്ലാനാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകളൊക്കെ തകർക്കുക, നാട്ടിൽ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക, എന്നിട്ട് സർക്കാരിനെതിരെ ജനവികാരം ഉണ്ടാക്കി. ഇതാണല്ലോ സ്ട്രാറ്റജി. അത് തീർന്നിട്ടൊന്നുമില്ല. സോറോസ് റിക്കൻ പട്ടേൽ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ വേരുകളുള്ള ഒരുത്തനെ ഹാർവാർഡിലും ഓക്സ്ഫോർഡിലും ഒക്കെ പഠിച്ചതാണ്. കാനഡയിലാണ്. അയാളെ വെച്ച് സംഘടന ഉണ്ടാക്കിയിട്ട് ഒരുപാട് ഇന്ത്യ പദ്ധതികൾ ചെയ്യുന്നുണ്ട്. അതെ, നമ്മൾ കഴിഞ്ഞ ടോക്കിൽ ചെയ്തതാണത്. അപ്പോൾ ആ റിക്കൻ പട്ടേലിനെ കൊണ്ട് ചെയ്യിക്കുന്ന സെൻറ്റർ ഫോർ പോളിസി റിസർച്ചിന് റിക്കൻ പട്ടേൽ വഴിയാണ് പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. മണിശങ്കർ അയ്യരുടെ മകളായിരുന്നു യാമിനി അയ്യർ, അതിൻ്റെ ഡയറക്ടർ. ഇഷ്ടംപോലെ പണി. ഈ റിക്കൻ പട്ടേലിൻ്റെ സംഘടനയിൽ ഉപാധ്യക്ഷൻ ആണ് സോറോസിൻ്റെ മകൻ ജോനാഥൻ. അപ്പോൾ സോറോസിൻ്റെ കാലശേഷവും ഇത് തുടരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ കൂടെ കുറേ അജ്ഞാതന്മാരുടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെച്ചിട്ടുണ്ട്. അദൃശ്യരാണ്. അത് ഈ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ രാഷ്ട്രപതി ഭവനിൽ ഒരു ജീവി പുലിയാണോ പൂച്ചയാണോ, അന്യഗ്രഹത്തിൽ നിന്ന് വന്നതാണോ പൂച്ചയാണെന്ന് കണ്ടുപിടിച്ചു. പോലീസ് കണ്ടുപിടിച്ചു പൂച്ചയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പോലീസ് അറിഞ്ഞില്ലായിരുന്നു. രണ്ടാമത് എൻ്റെ വീഡിയോ വെരിഫൈ ചെയ്തപ്പോഴാണ് ഒരു സാധനം. അല്ല, പറയാൻ പറ്റില്ല. റിപ്പോർട്ടർ TV കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്കിടയിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന്. അങ്ങനെ കുറെ വാർത്ത എനിക്ക് മനസ്സിലായി. നമ്മുടെ കൂടെ നടക്കുന്ന ആ സ്റ്റുഡിയോയിലുണ്ട്. ആ സ്റ്റുഡിയോയിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇന്ത്യയിൽ ഒന്നും ആരും കണ്ടിട്ടില്ലാത്ത ചില ദൃശ്യങ്ങളുണ്ടായിരുന്നു. മോദിക്ക് ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഏതാണ്ട് കേവല ഭൂരിപക്ഷം കിട്ടിയെന്ന് പറഞ്ഞ് കുറുനരികളെ പോലെ കുറേ ആളുകൾ ഓടിയിടുന്ന കണ്ടു. ഈ കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകരെന്ന് സ്വയം വിശേഷിപ്പിച്ച ആളുകൾ. അപ്പോൾ അന്യഗ്രഹ ജീവികൾ വേറെങ്ങുമില്ല, സ്റ്റുഡിയോയിൽ തന്നെയുണ്ട്. അത് നിഴലായിട്ടും കാണും. ചിലപ്പോൾ നിഴല് കാണുന്നൊക്കെ വേറെ ജീവിയാണെന്ന് കരുതുന്നുണ്ടാവും. സ്വന്തമായി നിഴല് പോലും ഇല്ലാതായിട്ടുണ്ടാവാം. നമ്മൾ ചോദിക്കും വൈകിട്ട് എന്താ അടിച്ചതെന്ന്. അപ്പോൾ ഒരു സ്പീക്കർ ഉണ്ടാവും. അത് BJPയിൽ നിന്ന് തന്നെ ആകാം, അല്ല മറ്റേ നായിഡുവിൻ്റെ ആയാലും കൊള്ളാം, നിതീഷിൻ്റേതായാലും കൊള്ളാം. ഭരണം നടന്നു പോകും. വളരെ സ്മൂത്തായിട്ട് നടന്നു പോകും. യാത്ര തുടരും. ശ്വാനന്മാർ കുറിച്ചുകൊണ്ടേയിരിക്കും. സാർത്ഥവാഹക സംഘം മുന്നോട്ട്.